സീറോ മലബാർ സഭയുടെ സൂനഹദോസ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് അംഗീകരിച്ചതുമായ സീറോ മലബാർ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുന്നതിനായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ നടത്തുന്ന പ്രയത്നങ്ങൾക്ക് കാത്തലിക് ഫോറം അഭിവാദ്യങ്ങൾ നേരുകയാണ്. സീറോ മലബാർ സഭയിൽ 1986 പുനരുദ്ധരിച്ച പൗരസ്ത്യ സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന പ്രാദേശിക താൽപര്യങ്ങളിൽപ്പെട്ട ചിലരുടെ നിലപാടുകൾ കൊണ്ട് നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിന്നിരുന്നു. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ വർക്കി വിധേയത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങളുടെ ഫലമായിട്ടായിരുന്നു 1999 ഏകീകൃത വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പാക്കിയത്. പ്രത്യേക സാഹചര്യത്തിൽ അത് പൂർണ്ണമായും അന്ന് നടപ്പാകാതെ വന്നതിനെ തുടർന്നാണ് 2021 വിശുദ്ധ കുർബാനയുടെ തക്സായുടെ പരിഷ്കരണത്തോടുകൂടി സഭയുടെ തലവനും പിതാവും ആയിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നടപ്പാക്കിയത്. 35 രൂപതകളിലും സഭയുടെ വിവിധ ശുശ്രൂഷ മേഖലകളിലും ഏതാണ്ട് പൂർണ്ണമായും വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി നടപ്പാക്കുവാൻ തീരുമാനിച്ച 2021 നവംബർ 28 ആ തീരുമാനത്തെ എതിർത്തു തോൽപ്പിക്കുവാനായി കേരളത്തിലെ വിവിധ കോടതികളിൽ തൽപരകക്ഷികൾ സഭയ്ക്കെതിരെ അന്യായങ്ങൾ ഫയൽ ചെയ്ത സമയത്ത് കോഴിക്കോട്, വടക്കാഞ്ചേരി, ചാലക്കുടി, എറണാകുളം തുടങ്ങി സഭയുടെ നിലപാടിനുവേണ്ടി കക്ഷി ചേർന്ന് ആരാധനാക്രമ ഏകീകരണം എല്ലായിടത്തും നടപ്പാക്കുവാനും എറണാകുളമൊഴികെ തൽപരകക്ഷികളുടെ ദുരാഗ്രഹം തോൽപ്പിക്കുവാൻ കാത്തലിക് ഫോറം മുന്നിൽ നിന്നുവെന്നതിൽ ഇന്ന് സന്തോഷമുണ്ട്. ആ സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന എന്ന ആവശ്യത്തിനു വേണ്ടിയുള്ള വ്യക്തികളും സംഘടനകളും കുറവായിരുന്നുവെന്നതായിരുന്നു അന്നത്തെ പ്രതിസന്ധി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും സഭയോടത്തുള്ള യാത്രയ്ക്ക് ഇന്ന് വിശ്വാസികൾ ഉണർന്നുവരുന്നുവെന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി നടപ്പാക്കുക എന്നത് മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്തായുടെ വികാരിയായി വന്നിരിക്കുന്ന അഭിവന്ദ്യ പാംപ്ലാനി പിതാവിന്റെ ഉത്തരവാദിത്വമെന്നിരിക്കെ പ്രശ്നപരിഹാരമുണ്ടാക്കുന്നു എന്ന പേരിൽ സഭയുടെ തീരുമാനം അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. സഭയുടെ തീരുമാനം നടപ്പാക്കുക എന്നത് മാത്രമായിരിക്കണം മെത്രാപ്പോലീത്തായുടെ വികാരിയുടെ ഉത്തരവാദിത്വം. മറിച്ച് സഭയുടെ ഏകീകൃത കുർബാന അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന സഭാവിരുദ്ധർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മെത്രാപ്പോലീത്തയുടെ വികാരിയുടെ നിലപാട് അപലപനീയമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ആരാധനാക്രമ ഏകീകരണമെന്ന ലക്ഷ്യത്തിനുവേണ്ടി നിലപാടെടുത്തുകൊണ്ട് അതിരൂപതയുടെ അധികാരിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു. സീറോ മലബാർ സഭയുടെ സ്ഥാനിക രൂപതയെന്ന നിലയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ എല്ലാ രൂപതയുടെയും പ്രാതിനിധ്യമുള്ള രൂപതയാണ്. സീറോ മലബാർ സഭ പൂർണ്ണമായും ഭാരതത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഉദ്ഭവിച്ചതാണ്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറ്റമായി മാറുകയും അവിടെയൊക്കെയും രൂപതകളും സംവിധാനങ്ങളും ഉയർത്തിയതുപോലെ തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുമെന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ടുതന്നെ സീറോ മലബാർ സഭയുടെ മുഴുവൻ രൂപതകളുടെയും മുഴുവൻ വിശ്വാസികളുടെയും പിന്തുണ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിക്ക് വേണ്ടി പോരാടുന്ന വിശ്വാസികൾക്കും സഹോദരങ്ങൾക്കും ഒപ്പമുണ്ടെന്ന ഉറപ്പു നൽകുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. കാത്തലിക് ഫോറം.